Hi students, welcome back. നമ്മൾ ഓൾറെഡി നോക്കിക്കൊണ്ടിരുന്നത് മെക്കാനിസംസ് ഓഫ് എലാസ്റ്റിസിറ്റി അപ്രോച്ച് ടു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി മാർഷൽ ലേണർ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അസംഷൻസും തിയറിയും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ജെ കർവ് എഫക്റ്റ് ആണ്. സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ജെ കർവ് എഫക്റ്റ്, അതായത് ഇപ്പം എംപെരിക്കൽ എവിഡൻസ് ഒക്കെ കാണിക്കുന്ന എന്താണ്, മാർഷൽ ലേണർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി അഡ്വാൻസ്ഡ് കൺട്രീസ് ഈ മാർഷൽ ലേണർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളവരാണ് അല്ലേ. സോ ബട്ട് ദർ ഇസ് എ ജനറൽ കോൺസെൻസസ് എമോങ് എക്കണോമിസ്റ്റ് ദാറ്റ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എലാസ്റ്റിസിറ്റീസ് വിൽ ബി ഗ്രേറ്റർ ഇൻ ദ ലോങ് റൺ ദാൻ ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഇപ്പോൾ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോങ് റണ്ണിൽ ഗ്രേറ്റർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് റൺ. ഓക്കെ, ഷോർട്ട് റണ്ണിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോങ് റണ്ണിൽ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്രേറ്റർ ആയിരിക്കും എന്നത് ജനറൽ ആയിട്ട് എക്കണോമിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. സോ ദ എഫക്റ്റ് ഓഫ് ഡിവാലുവേഷൻ ഓൺ ഡൊമസ്റ്റിക് പ്രൈസസ് ആൻഡ് ഡൊമസ്റ്റിക് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് വിൽ ടേക്ക് time for consumers and the producers to adjust themselves into a new situation. അതായത് ഇപ്പം എന്താണ്, നമ്മുടെ രൂപയുടെ മൂല്യം കുറവാണ് അല്ലെങ്കിൽ ഡിവാലുവേഷൻ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്താണ് ആ ഡിവാലുവേഷൻ്റെ എഫക്റ്റ് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൈസസിൽ കാണും. അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഗുഡ്സിൻ്റെ ഇടയ്ക്കും കാണുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും ഈ ചേഞ്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ രൂപ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ ഗുഡ്സ്, നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് മേടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഈ രൂപയുടെ ബേസിസിലാണ്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും അവർക്ക് വളരെ വലിയൊരു ചേഞ്ചാണ് അത് ഉണ്ടാക്കുന്നത്, ഈ ഡിവാലുവേഷൻ വരുന്നത് വഴി. സോ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ടൈം എടുക്കും. ദ ഷോർട്ട് റൺ പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആർ ലോവർ ആൻഡ് ദേ ഡു നോട്ട് സാറ്റിസ്ഫൈ മാർഷൽ ലേണർ കണ്ടീഷൻ. ഇനി ഷോർട്ട് റൺ പ്രൈസ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വളരെ കുറവാണ്. അതായത് ഷോർട്ട് റണ്ണിൽ എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറവാണ്. സോ അത് മാർഷലിൻ്റെ ലേണറിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി therefore ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു കർവ് ഉണ്ട് ഇവിടെ. ദെൻ ഡിവാലുവേഷൻ മേക്സ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് വേഴ്സ് ഇൻ ഷോർട്ട് റൺ. അതായത് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്സ് ഓഫ് സപ്ലൈ ഷോർട്ട് റണ്ണിൽ വളരെ കുറവാണ് ഡിവാലുവേഷൻ വഴി ഉണ്ടാക്കുന്ന ചേഞ്ച്. സോ വാട്ട് ഹാപ്പൻ ഈസ് അവിടെ അത് BOP വേഴ്സൺ ആക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇൻ ലോങ് റണ്ണിൽ ഇത് പതുക്കെ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ട്രേസ് ആണ് നമ്മുടെ ജെ ഷേപ്ഡ് കർവ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ജെ കർവ് എഫക്റ്റ് ഓഫ് ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ടേമിൽ BOP വേഴ്സൺ ആവും, ലോങ് ടേമിൽ അത് ഇംപ്രൂവ് ആവും. അത്രയും കാര്യം ഓർക്കുക. ഇനി BOP വേഴ്സൺ ആക്കണമെങ്കിൽ BOPയുമായിട്ട് കണക്ട് ആവുന്ന എന്താണ്, എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്ട്സ് ആൻഡ് എലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട്സ്. ഇത് ഷോർട്ട് റണ്ണിലാണ് ഇത് വേഴ്സൺ ആവുന്നത്, ലോങ് റണ്ണിൽ ഇത് ഇംപ്രൂവ് ആകും. മനസ്സിലായല്ലോ. ഇനി ഇതാണ് ഈ താഴെ പറയുന്ന ഈ ഫിഗർ 3യിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ടൈമാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണിക്കുന്നത്, ഇത് ടൈമാണ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ ഡെഫിസിറ്റ് ഇവിടെയും അതുപോലെ തന്നെ സർപ്ലസ് ഇവിടെയും കാണിക്കുന്നു. എക്സ് ആക്സിസിൽ നമുക്ക് ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ തുടക്കത്തിൽ നമുക്ക് എന്താ കാണാനായിട്ട് സാധിക്കുന്നത്, ദ കർവ് ജെ ഹാസ് എ ബിഗ് ലൂപ്പ് വിച്ച് ഷോസ് ഇൻക്രീസ് ഇൻ ദ BOP ഡെഫിസിറ്റ്. അതായത് ഈ ഡിക്ക് ബിയോണ്ട് ആയിട്ടും എന്താണ്, BOP ഡെഫിസിറ്റ് ആവുകയാണ് എന്നുള്ളതാണ്. അതായത് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ട്സിനേക്കാളും കുറവാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പോർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ട്സിനേക്കാളും കുറവാകുന്ന ഒരു കേസാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ തുടക്കത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്, BOP ഡെഫിസിറ്റ് ആവുകയാണ് കാണുന്നത്. ഇനി ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദ T1 that it starts sloping upwards. അതുണ്ടോ, ഈ ഒരു T1ന് ശേഷം, അതായത് ഈ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് പതുക്കെ ഇത് മുകളിലോട്ടേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഇറ്റ് റീച്ചസ് അപ്വേർഡ്സ് അറ്റ് T2 അല്ലെ, T2 എത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ T2 ഇക്വിലിബ്രിയം ഇൻ BOP എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ദ സർപ്ലസ് അറൈസസ് ഫ്രം T2 to J. അതായത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാണിക്കുന്നത്, സർപ്ലസ് ആണ് കാണിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നോക്ക്, ഇവിടെ നമ്മൾ
ജെ കർവ് എഫക്റ്റ് ആണ് പറയുന്നത്. താഴെ ഡെഫിസിറ്റ് ആണ്, മുകളിലെ സർപ്ലസ് ആണ് കാണിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈം ആയിരിക്കും കാണിക്കുന്നത്. ആദ്യം ഇതൊരു ബിഗ് ലൂപ്പ് ആയിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് എന്താണ് ഈ ഡിക്ക് ബിയോണ്ട് ആയിട്ട് BOP ഡെഫിസിറ്റ് ആവുന്നതാണ് കാണുന്നത്. അതായത് ഷോർട്ട് റൺ ആണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം എന്താണ് T1 വരെ എന്താണ് അത് വളരെ താഴ്ന്നാണ് നിൽക്കുന്നത്. പതുക്കെ പിന്നീട് BOPയിലെ ഈ ഡെഫിസിറ്റ് കുറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് സർപ്ലസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ മാർഷൽ ലേണർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ ദ ലോങ് റൺ ദ ജെ കർവ് വിൽ ഫ്ലാറ്റൻ ഔട്ട് ഫ്രം F to F from F to T2. അതായത് ഇവിടെ എന്താ സംഭവിക്കുക, ഇപ്പൊ ഈ മാർഷൽ ലേണർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജെയിലോട്ടേക്ക് ഇത് ഉയരുന്നതിന് പകരം ഈ T2ൽ നിന്ന് Fലോട്ടേക്ക് ഫ്ലാറ്റൻ ആയിട്ട് ആ ഒരു കർവ് ജെ കർവിന് പകരം ഇത് ഒരു ഒരു എന്താ പറയാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കർവായിട്ട് മാറിയാന്. മനസ്സിലായോ? മാർഷൽ ലേണർ കണ്ടീഷൻ ലോങ് റണ്ണിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ജയിലോട്ടേക്ക് പോകത്തില്ല, T2ൽ നിന്ന് Fലോട്ടേക്ക്. അതായത് സേ ഇത് T2 ആണ്, ഇത് F ആണെന്ന് വിചാരിക്കുക, ഈ ഒരു റീജിയനിലോട്ടേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, ഇനി ഇത് however in case the country is on a flexible exchange rate, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ BOP will get worsened when there is devaluation of its currency. അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിലാണ് ഒരു കൺട്രി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ BOP എന്ത് ചെയ്യും, വേഴ്സൺ ആകും. when there is devaluation of currency. Due to devaluation there is excess supply of currency in the foreign exchange market which may go on depreciating the currency. Thus foreign exchange market becomes unstable and exchange rate may overshoot in its long run value. അപ്പോൾ എന്താ സംഭവിക്കുക, ഡിവാലുവേഷന്റെ സമയത്ത് നമ്മുടെ കറൻസി ഫോറിൻ എക്സ്ചേഞ്ചിൽ സർപ്ലസ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വാല്യൂ ഓഫ് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് അൺസ്റ്റേബിൾ ആകും. അത് മാത്രമല്ല എക്സ്ചേഞ്ച് റേറ്റ് ഓവർഷൂട്ട് ചെയ്യും ലോങ് റണ്ണിൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ഇന്ന് നമുക്ക് കുറച്ച് ക്രിറ്റിസിസംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മിസ്ലീഡിംഗ് ആണെന്നുള്ളതാണ്. എലാസ്റ്റിസിറ്റി അപ്രോച്ച് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഒരു ടോട്ടാലിറ്റേറിയൻ ആയിട്ട് നമ്മളിത് പറയണം. അതായത് മാർഷൽ ലേണർ കണ്ടീഷൻ്റെയും അല്ലെങ്കിൽ അതുപോലെ ജെ കർവ് എഫക്റ്റും ടോട്ടലി അവർക്കുള്ളാവുന്ന ക്രിറ്റിസിസംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഈ എലാസ്റ്റിസിറ്റി അപ്രോച്ച് അപ്ലൈ ചെയ്തിരിക്കുന്നത് മാർഷേലിയൻ കൺസെപ്റ്റ് ഓഫ് എലാസ്റ്റിസിറ്റി യൂസ് ചെയ്തിട്ടാണ് BOP ഡെഫിസിറ്റ് സോൾവ് ആക്കാൻ പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് അത് മിസ്ലീഡിംഗ് ആണെന്നാണ് പറയുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് റെലവൻസ് ഓൺലി ടു ഇൻക്രിമെന്റൽ ചേഞ്ച് അലോങ് എ ഡിമാൻഡ് ഓർ സപ്ലൈ കർവ് ആൻഡ് ടു ദ പ്രോബ്ലംസ് ഡീലിംഗ് വിത്ത് ഷിഫ്റ്റ് ഓഫ് ഇൻ ദിസ് കർവ്. Moreover, it assumes constant purchasing power of money, which is not relevant to devaluation of country's currency. അതായത് ഇവിടെ നോക്ക്, ഇത് മാർഷീലിയൻ കൺസെപ്റ്റ് ഓഫ് എലാസ്റ്റിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് സോൾവ് ആക്കാൻ നോക്കിയിരിക്കുന്നത് എന്നാണ് ഒന്നാമത് പറയുന്ന ക്രിറ്റിസിസം എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന് റെലവൻസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവിന്റെ ഇൻക്രിമെന്റിലും അതേപോലെ തന്നെ ഈ കർവുകൾ തമ്മിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാത്രമാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് അസംഷനിൽ എടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് പർച്ചേസിംഗ് പവർ ഓഫ് മണിയാണ് വെച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് പർച്ചേസിംഗ് പവർ ഓഫ് മണിയാണ് വെച്ചിരിക്കുന്നത്. അത് കൺട്രിയുടെ ഡിവാലുവേഷന് ഒട്ടും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി രണ്ടാമത് വരുന്നത് പാർഷ്യൽ എലാസ്റ്റിസിറ്റീസ് ആണ്. എലാസ്റ്റിസിറ്റി അപ്രോച്ച് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് അലക്സാണ്ടർ ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പാർഷ്യൽ എലാസ്റ്റിസിറ്റീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു, റിലേറ്റീവ് പ്രൈസസ്, ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, അവർ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. സോ അതൊരു പാർഷ്യൽ എലാസ്റ്റിസിറ്റി അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു എ സിംഗിൾ കമ്മോഡിറ്റി ട്രേഡ് റാദർ ദാൻ എ മൾട്ടി കമ്മോഡിറ്റി ട്രേഡ്. സോ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് നോക്കുന്നത്, റിലേറ്റീവ് പ്രൈസസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റീസ് ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും ഇത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇതൊരു സിംഗിൾ കമ്മോഡിറ്റി ട്രേഡിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഒരു മൾട്ടി കമ്മോഡിറ്റി ട്രേഡിന് ഇത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ദ അപ്രോച്ച് അൺറിയലിസ്റ്റിക്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മാർഷൽ ആൻഡ് ലേണർ കണ്ടീഷൻ അസ്യൂം ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ്ലി എലാസ്റ്റിക് സപ്ലൈ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആണ്. പക്ഷേ ദിസ് അസംഷൻ അൺറിയലിസ്റ്റിക് ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കൺട്രി ഒരിക്കലും അത് എന്താണ് increase the supply of its exports when they become cheap with devaluation of its currency. ഒരിക്കലും ഒരു കൺട്രി എന്താണ് അതിൻ്റെ എക്സ്പോർട്സിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യത്തില്ല when it become cheap
when there is a devaluation of its currency. Okay, moving on. Partial equilibrium analysis. നമ്മൾ പറഞ്ഞു partial elasticities ആണ് നോക്കിയിരിക്കുന്നത്. ഇനി partial equilibrium analysis ആണ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? Elasticity approach assume ചെയ്തിരിക്കുന്നത് domestic price and income levels stable ആണ് with the devaluing country ആണ്. It further assume ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് എന്താണ് no restrictions in using additional resources into production for exports. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ റിസോഴ്സസ് യൂസ് ചെയ്യാം. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും പറയുന്നില്ല. ഈ അസംഷൻ എന്താണ് കാണിക്കുന്നത്? ഈ അനാലിസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇഗ്നോർസ് ദ ഫീഡ്ബാക്ക് എഫക്ട് ഓഫ് പ്രൈസ് ചേഞ്ച് ഓൺ വൺ പ്രൊഡക്റ്റ് ഓൺ ഇൻകംസ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഓൺ ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഒരു പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാക്കുന്ന ചേഞ്ചും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇറ്റ് ഇഗ്നോർസ് ദ ഫീഡ്ബാക്ക് ഓഫ് എ പ്രൈസ് ചേഞ്ച് ഇൻ വൺ പ്രൊഡക്റ്റ് ഓൺ ഇൻകംസ് ആൻഡ് അതായത് ഒരു പ്രൊഡക്റ്റിനകത്ത് ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ച് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ അകത്തും മറ്റു ഗുഡ്സിൻ്റെ അകത്ത് അതെങ്ങനെ അതിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നും ഉള്ള കാര്യം ഇവർ എന്താണ് അണ്ടർമൈൻ ചെയ്ത് കളയുവാണ്. This is a serious defect of elasticity approach because the effects of devaluation always spread to entire economy. So എന്താണ് ഇതൊരു ഇന്റർ കണക്റ്റഡ്നെസ് കാണിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം. സിംഗിൾ കമ്മോഡിറ്റിക്ക് മാത്രം ആപ്ലിക്കബിൾ ആവുന്നു. ഒരു ഇന്റർ കണക്റ്റഡ്നെസ് കാണിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണെന്ന് പറയുന്നു. ഇനി പറയുന്നത് ഇൻഫ്ലേഷണറി ആണ്. ഡിവാലുവേഷൻ എന്തിന് കാരണമാകാം? ഇൻഫ്ലേഷന് കാരണമാകാം. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ് കണ്ടീഷനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇറ്റ് ഈസ് ലൈക്ലി ടു ഇൻക്രീസ് ഡൊമസ്റ്റിക് ഇൻകംസ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രീസ്. ബട്ട് ദീസ് ഇൻക്രീസ്ഡ് ഇൻകംസ് വിൽ അഫക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് directly by increasing the demand for imports and indirectly by increasing the overall demand and thus raising the prices within the country. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിന് കാരണമാവും? എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഡൊമസ്റ്റിക് ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരും. അങ്ങനെ ഡിമാൻഡ് ഓഫ് ഇമ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഡിമാൻഡ് റേസ് ചെയ്യാണ്. അങ്ങനെ ഡിമാൻഡ് റേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രൈസ് കൂടും. അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. Then sixth one, ignores income distribution. Elasticity approach ഡിവാലുവേഷൻ കാരണമുണ്ടാകുന്ന ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം വേണ്ട, അല്ലെങ്കിൽ അത് മറന്നു കളഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഡിവാലുവേഷൻ എന്തിന് കാരണമാകുന്നു? റിസോഴ്സസിന്റെ റീ അലോക്കേഷന് കാരണമാകുന്നു. ഇറ്റ് ടേക്സ് എവേ റിസോഴ്സസ്, ഒരു സെക്ടറിൽ നിന്ന് റിസോഴ്സസ് മറ്റൊരു സെക്ടേഴ്സിലോട്ടേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതായത് ഇറ്റ് ടേക്സ് എവേ റിസോഴ്സസ് ഫ്രം ദ സെക്ടർ പ്രൊഡ്യൂസിങ് നോൺ ട്രേഡഡ് ഗുഡ്സ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രി സെക്ടർ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻക്രീസസ് ദ ഇൻകം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയിഡ് ഇൻ ദ ലാറ്റർ സെക്ടർ ആൻഡ് റെഡ്യൂസസ് ദാറ്റ് ഓഫ് ദ ഫോർമർ സെക്ടർ. ഇനി എന്താണ്, ഒരു സെക്ടറിൽ നിന്ന് റിസോഴ്സ് അലോക്കേഷൻ മറ്റൊരു സെക്ടറിലേക്ക് റീഅലോക്കേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും അല്ലേ? അങ്ങനെ എന്താ സംഭവിക്കുക? ഇൻകം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു സെക്ടറിനേക്കാളും മറ്റൊരു സെക്ടറിന്. സോ ഇത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് വരുന്ന ചേഞ്ചിന് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇൻഫ്ലേഷൻ ഉണ്ടാക്കും. പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. കാരണം അതൊരു ഇന്റർ കണക്റ്റഡ്നെസ് അല്ല കാണിക്കുന്നത്. ഒരു സിംഗിൾ കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ബേസ്ഡ് വരുന്നത് കൊണ്ട് തന്നെ മറ്റു ഗുഡ്സിനും അതുപോലെ തന്നെ എന്താണ് ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചുകളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. സോ ഇറ്റ്സ് എ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്നാണ് പറയുന്നത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ലോങ് റണ്ണിലാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഇൻ ദ J-curve effect of devaluation, Marshall Lerner condition is applicable in the long run. നമ്മൾ പറയുന്നുണ്ട് ഷോർട്ട് റണ്ണിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഡൊമസ്റ്റിക് കറൻസിയിൽ ഉണ്ടാകുന്ന ഡിവാലുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഓക്കെ, ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇഗ്നോർസ് ക്യാപിറ്റൽ ഫ്ലോസ്. ദിസ് അപ്രോച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഓൺ കറന്റ് അക്കൗണ്ട് ഓർ ബാലൻസ് ഓഫ് ട്രേഡ്. ബട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഓഫ് എ കൺട്രി ഈസ് മെയിൻലി ദ റിസൾട്ട് ഓഫ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് കൺട്രി പ്രധാനമായിട്ടും എഫക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആണ്. അത്
Thus ignores balance of payments in capital account. അപ്പോൾ ഇത് capital accountലുള്ള balance of payment ignore ചെയ്യുകയാണ് ചെയ്യുന്നത്. Devaluation as a remedy is meant to cut imports and the outflow of capital and increase the exports and inflow of capital. So devaluation എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെഷർ പ്രധാനമായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺട്രിയുടെ ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൊണ്ട് ഇൻഫ്ലോ എന്ന് പറയുന്നത് കൂട്ടുവാനായിട്ടാണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്തൊക്കെയാണ്? ഇഗ്നോർസ് ക്യാപിറ്റൽ ഫ്ലോസ്, ആപ്ലിക്കബിൾ ടു ലോങ് റൺ, ഇൻഫ്ലേഷനറി ആണ്, അതുപോലെ ഇറ്റ് ഇഗ്നോർസ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഇസ് മിസ്ലീഡിംഗ്, പാർഷ്യൽ എലാസ്റ്റിസിറ്റീസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നുള്ളൂ, സപ്ലൈസ് നോട്ട് പെർഫെക്റ്റ്ലി എലാസ്റ്റിക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. ഇനി നമ്മൾ കൺക്ലൂഷനിലോട്ടേക്ക് പോവാണ്. നമുക്ക് ഒരുപാട് കോൺട്രോവേഴ്സീസ് ഉണ്ട് മാർഷൽ ലാൻഡ് കണ്ടീഷൻസിനെ ബേസ്ഡ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ അകത്തുണ്ടാകുന്ന ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ഒരുപാട് കോൺട്രോവേഴ്സീസ് ഉണ്ട്. ഇക്കണോമിക്സ് ട്രൈ ടു മെഷർ ദ ഡിമാൻഡ് എലാസ്റ്റിസിറ്റീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ ഓരോ ഇക്കണോമിസ്റ്റുകളും ഡിമാൻഡ് എലാസ്റ്റിസിറ്റിനെ മെഷർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. Some economists found low demand elasticities and others high demand elasticities. So ഇങ്ങനെ ഇന്റർനാഷണൽ ട്രേഡിൽ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ചില എക്കണോമിസ്റ്റുകൾ ലോ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചു, ചിലവർ ഹൈ ഡിമാൻഡ് എലാസ്റ്റിസിറ്റിയാണ് കണ്ടുപിടിച്ചത്. അക്കോർഡിംഗ്ലി ദ ഫോർമർ സജസ്റ്റ്, അതായത് ലോ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നവർ പറയുന്നത് ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എഫക്റ്റീവ് മെത്തേഡ് അല്ല എന്നുള്ളതാണ്. ഹയർ ഡിമാൻഡ് എലാസ്റ്റിസിറ്റീസ് കണ്ടുപിടിച്ച എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിന് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്നാണ്. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ജനറലൈസ് due to these diverse findings on the account of differences in the volume and structure of foreign trade. ഫോറിൻ ട്രേഡിന്റെ വോളിയത്തിലും സ്ട്രക്ചറിലും ഒക്കെ ചേഞ്ച് വരുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് ഇത് സാധിക്കത്തില്ല. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് and clarifications ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമന്റ്. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് and God bless you all.